My dear students, welcome back to Rans Learning Portal. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. നമ്മുടെ എക്സാം ഒക്കെ അടുത്തിങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പം നിങ്ങൾക്കറിയാം, ടെൻഷൻ അടിക്കണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ആയിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. നോക്കൂ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തമ്പനയിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അവിടെ അല്ലേ. ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടു വന്നതാണെങ്കിൽ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആയിരിക്കുമോ അല്ലേ? അങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി വന്നിട്ടുള്ളത്. കാര്യം ഒരു ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സാറേ എങ്ങനെ ആയിരിക്കും, അതിനൊരു ഉത്തരം പറയൂ. അതായത് ടെൻഷൻ അടിക്കാണ്ട് എക്സാം എഴുതാം. ഐ റിപ്പീറ്റ്, ഒരു ടെൻഷൻ ഇല്ലാണ്ട് എക്സാം എഴുതുക. കാര്യം നിങ്ങൾക്ക് ഇനിയും 10 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 10 ദിവസത്തിന് കറക്റ്റ് ഓർഡർ ചെയ്താൽ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും. ഈ 10 ദിവസം മാത്രമൊന്നുമല്ല, അതല്ലാണ്ട് ഒരുപാട് ദിവസങ്ങൾ വേറെ ഉണ്ട്. എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി എത്ര ദിവസം ഉണ്ട്? 10 ദിവസം ഉണ്ട്. ഞാൻ പറയുന്നത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഈ 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങളല്ലേ ഒരു ടെൻഷൻ അടിക്കാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ എക്സാമിൽ, മോഡൽ എക്സാമിൽ ടഫായി തോന്നിയ വിഷയങ്ങൾ കുട്ടികളെ കുറിച്ച് നമ്മൾ കുട്ടികളോട് അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞു, ഒന്ന് ബോട്ടണി ടഫ് ആയിരുന്നു, ഫിസിക്സ് ടഫ് ആയിരുന്നു, മാത്സ് ഇറ്റ്സ് വെരി ഈസി അല്ലേ, മാത്സ് വളരെ ഈസി ആയിരുന്നു, എങ്കിൽ ബോട്ടണി ഫിസിക്സ് ഒക്കെ ഭയങ്കര ടഫ് ആയിരുന്നു മാഷേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടോ, സാറെ കമന്റിലൊക്കെ നിങ്ങൾ കാണാൻ പറ്റും, ബോട്ടണി ടഫ് ആയിരുന്നു, ഫിസിക്സ് ടഫ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ അപ്പോഴും പറഞ്ഞു, നമ്മൾ പറഞ്ഞ റാൻസിൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലാസ് എടുത്തു തന്നിരുന്നു, ആ ക്ലാസ് ഫോളോ ചെയ്താൽ മതിയായിരുന്നു അല്ലേ. ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ പോലും ഞങ്ങൾ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണേ, നിങ്ങൾ ആദ്യം ടൈം ടേബിൾ ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്തോളൂ കേട്ടോ. അതായത് വരുന്ന 6-ാം തീയതി പാർട്ട് 2 ലാംഗ്വേജ് ആണ് വരുന്നത്. 6-ാം തീയതി ലാംഗ്വേജ്, അത് ദയവ് ചെയ്തിട്ട് ഇപ്പോഴേ പഠിക്കണ്ട. അത് 4-ാം തീയതി ടു 5-ാം തീയതി, വളരെ നിസ്സാരമൊക്കെ അല്ല, എന്നാലും 4 to 5 ആ 2 ദിവസം വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ ഇനിയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത് നോക്കൂ നിങ്ങൾ. ബയോളജി ഫിസിക്സിന്റെ ഇടയിൽ ആകെ 20 അല്ലേ, പിന്നെ 21 കഴിഞ്ഞ് പിന്നെ 22-ാം തീയതി അല്ലേ നമ്മൾ നേരത്തെ പഠിച്ച ഈ 2 വിഷയങ്ങൾക്കിടയിൽ ഗ്യാപ്പ് കുറവാണ്. എൻ്റെ മക്കൾ ഇപ്പം എന്ത് ചെയ്യണം എന്നറിയോ? ആ ഒരു ഏരിയ പഠിച്ച് ഫിനിഷ് ചെയ്ത് വെക്കണം, ഇപ്പോഴേ ഫിനിഷ് ചെയ്ത് വെക്കണം. പിന്നെ 6-ാം തീയതി കഴിഞ്ഞാൽ 15-ാം തീയതിയാണ് സയൻസിന്റെ വിദ്യാർത്ഥികൾക്ക് എന്തുള്ളത്, പിന്നെ അടുത്ത കെമിസ്ട്രിന്റെ അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് 11-ാം തീയതി കമ്പ്യൂട്ടർ സയൻസിന്റെ മക്കൾക്ക് ഉണ്ട് അല്ലേ. സയൻസിന്റെ വിഷയം നിങ്ങൾക്ക് അല്ലേ, ബാക്കി കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്തവർക്ക് പിന്നെ വരുന്ന ഏതാണ്? കെമിസ്ട്രി 15-ാം തീയതിയാണ്. 6 കഴിഞ്ഞ് 7, 8, 9, 10 9 ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് അവിടെ ഉണ്ട് അല്ലേ. ആ 9 ദിവസം കെമിസ്ട്രി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാത്രമല്ല ആ 9 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആ 9 ദിവസം കെമിസ്ട്രി പക്ക. 9 ദിവസം എടുത്ത് കെമിസ്ട്രി പഠിക്കണോ? വേണ്ട, നിങ്ങളൊരു 5 ദിവസമൊക്കെ എടുത്താൽ മതി. ബാക്കി 4 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? മാത്സിന് മാറ്റി വെക്കണം. ക്ലിയർ? മാത്സിന് മാറ്റി വെക്കണം. കാര്യം 22-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 3 ദിവസമാണ് നമ്മൾ മാത്സിന് കിട്ടുന്നത്. ഇപ്പോഴേ നിങ്ങൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് എക്സാമിന്റെ ഈ ടൈം ടേബിൾ ഇട്ട ആളുകൾ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ഗ്യാപ്പ് തന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പ് തരും മാത്രമല്ല, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത, പേടിക്കണ്ട, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്തിൽ അതിൽ എന്തെങ്കിലും ഒരു കഴമ്പ് വേണ്ടേ? അപ്പൊ ആ കഴമ്പാണ് ഞാൻ എൻ്റെ മക്കളോട് പറയാനുള്ളത്. എന്താന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ, പബ്ലിക് എക്സാം, മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് സാർ അതുപോലെ ആയിരിക്കോ ക്വസ്റ്റ്യൻ പേപ്പർ? ഏറെക്കുറെ അതുപോലെ തന്നെയാണ്. എന്നാൽ എക്സാക്ട്ലി അങ്ങനെ ഒന്നും അല്ല. ഒരാളിട്ട ക്വസ്റ്റ്യൻ പേപ്പർ അല്ലല്ലോ അടുത്തൊരു ആളിടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ലേ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ പൂൾ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരുപാട് സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ ഇതിൽ അവസാനത്തെ ഒരു കാര്യം പറയാൻ മറന്നു. 29-ാം തീയതിയാണ് എന്ത് വരുന്നത് പറ, നമ്മുടെ ഇംഗ്ലീഷ് വരുന്നത്. ആ ഇംഗ്ലീഷ് എൻ്റെ അടുത്ത് നിങ്ങൾ വിട്ടോളൂ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് അയച്ചു വെച്ചോ കേട്ടോ. ഒരു ടെൻഷൻ അടിക്കണ്ട, അത് ഞാനല്ലേ നിങ്ങൾക്ക് എടുത്തു തരാനുള്ളത്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? എക്സാമിനെ വളരെ കൂളായിട്ട് അറ്റൻഡ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഫുൾ മാർക്ക് മേടിച്ചിരിക്കണം. ഫുൾ മാർക്കിന് വേണ്ടിയിട്ടുള്ള ട്രൈ നടത്തണം. ഫുൾ മാർക്ക് ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നതിന് എന്തായിരിക്കണം പറ? ഫുൾ മാർക്ക് തന്നെ ആയിരിക്കണം എന്ന്. ഈ ഫുൾ മാർക്കിന് വേണ്ടി ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ A+ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. ഫുൾ മാർക്ക് തന്നെ മേടിക്കണം. അങ്ങനെ A+ മാത്രം കിട്ടിയാൽ പോരാ, ഫുൾ മാർക്ക് എല്ലാത്തിലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം. അപ്പോഴാണ് +2 നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു വീറും വാശിയൊക്കെ വരുള്ളൂ. +2ലും അതുപോലെ ഫുൾ എടുക്കണം എന്ന്. A+ ഉണ്ടല്ലോ, അങ്ങനെ സമാധാനം ഉണ്ടായിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് A+ൽ കുറച്ച് മാർക്ക് അല്ലേ, ഇപ്പൊ 80-ൽ 70 ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കിട്ടും പറ? A+ കിട്ടും. പിന്നെ +2ൽ അങ്ങനെ തന്നെയാണ്. 80-ൽ 70 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പറ? A+ കിട്ടും. പിന്നീട് നമ്മുടെ അഡ്മിഷന് പോകുന്ന സമയത്ത്, മാർക്കിനെ നോക്കുന്ന സമയത്ത് A+ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അതിലെ മാർക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അത് അടി വരും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, അത് പിന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ഫുൾ മാർക്കിന് വേണ്ടി ട്രൈ ചെയ്യണം. അപ്പൊ ഒരുപാട് പഠിക്കുക. വളരെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇരുത്തി വായിക്കുക. നിങ്ങൾ എങ്ങനെ വായിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം ഉത്തരം കിട്ടുക ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ വായിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക. ഇംഗ്ലീഷിന്റെ കാര്യം എനിക്ക് വിട്ടേക്കും, നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. ഒരു കാര്യം കൂടെ കേട്ടോളൂ. നിങ്ങൾ പബ്ലിക് എക്സാമിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത്രയും അല്ലേ, ഇത് രണ്ടും ഭയങ്കര ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ, ഇങ്ങനെ ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിനാണെങ്കിൽ നിങ്ങൾക്ക് മോഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. മോഡറേഷൻ, അതായത് എല്ലാവരും ടഫായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് വാല്യുവേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയോ, ഒന്ന് ലിബറൽ ആക്കും, വാല്യുവേഷൻ ഒന്ന് ഈസി ആക്കും. കാര്യം കേട്ടോളൂ, ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് നിലവിൽ എന്ത് ചെയ്യും, ഇറങ്ങാൻ വേണ്ടി പോകാനുള്ള പരിപാടിയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഗവൺമെന്റ് ഇവിടെ നിൽക്കാനും സാധ്യത ഉണ്ടായിടോണ്ടോ. അങ്ങനെ വന്നാൽ ഇറങ്ങാണോ, ഏതൊരു ഗവൺമെന്റും അതിന്റെ ഒരു ഇമേജ് കാത്തു സൂക്ഷിക്കൽ നിർബന്ധമല്ലേ. അപ്പൊ ഇമേജ് കാത്തു സൂക്ഷിക്കലിന്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾ മാർക്ക് കുറഞ്ഞാൽ അത് കേരളത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന അറിയാം അല്ലെ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ലിബറൽ ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ നടത്തിക്കൊണ്ട് മാത്രമല്ല, ലിബറൽ ആയിട്ടുള്ള വാല്യുവേഷൻ നടത്തിയിട്ടും കുട്ടികൾക്ക് മാർക്ക് കുറവാണെങ്കിൽ പിന്നെ മോഡറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മാർക്ക് കയറ്റിയിട്ടിട്ട് നമ്മളെല്ലാവരും ഒരു അത്യാവശ്യം നല്ല റേഞ്ചിലേക്ക് നമ്മളെ മാർക്ക് എന്ത് ചെയ്യും, ഗവൺമെന്റിനെ കൊണ്ടുപോകും. നിങ്ങൾ എന്തിനാ അതിന് ടെൻഷൻ അടിക്കണേ? അപ്പൊ ഞങ്ങൾ പഠിക്കണ്ടേ സാറ്, നമ്മൾ പഠിക്കാനുള്ള നമ്മുടെ ഡ്യൂട്ടി ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നേ വേണം. കാര്യം ആൻസർ എഴുതി വെച്ചാലല്ലേ അവർക്ക് മാർക്ക് എന്നാലും ഇട്ടുതരാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം പറ, ആൻസർ എഴുതാനുള്ള അതിനാണ് ക്വസ്റ്റ്യൻ അല്ലേ, അവർക്ക് ഫ്രീ ആയിട്ട് തരണ്ട, മക്കൾ എഴുതിയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, അവർക്ക് എന്ത് ചെയ്യാൻ, നമ്മൾ മാർക്ക് കൊടുക്കാന്. അപ്പൊ അവർക്ക് എഴുതാൻ പഠിക്കാനൊരു സമയം കൊടുക്കുക. ഗവൺമെന്റ് അങ്ങനെ ഒരു ഈസി സാധനം നമ്മൾ ഈ ടൈം ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ ഈസി ആയിട്ട് കൂളായിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു കല്ലുണ്ട് കേട്ടോ, ഒരു വലിയൊരു കല്ലുണ്ട് നിങ്ങളുടെ മുന്നിൽ, ഒരു ഇത്ര വലുപ്പമുള്ള ഒരു കല്ലുണ്ട് സങ്കല്പിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടോ, അതൊന്നും എടുത്തിട്ട് ഒന്ന് അവിടെ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾ സിമ്പിൾ ആയിട്ട് എടുത്താണ് എന്ത് ചെയ്യും, അത് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കും അല്ലേ. ഓഫ് കോഴ്സ് എടുത്ത് വെക്കും കേട്ടോ. പക്ഷെ ഞാൻ പറയാട്ടോ, എടാ ഈ കല്ലെടുത്ത് അപ്പുറത്തൊന്ന് കൊണ്ടുപോയി വെക്കുന്ന പറയുന്ന സമയത്ത് ഞാൻ പറയാണ്, പിന്നെ സൂക്ഷിക്കണേ, നേരത്തെ ഒരുത്തിനെ എടുത്ത് വെച്ച സമയത്ത് അവന്റെ ഊര നെട്ടിയിട്ടുണ്ട്, വേറൊരുത്തിനെ എടുത്തപ്പോൾ അവന്റെ കൈയൊന്ന് ഉളുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാല് പിന്നെ നിങ്ങൾ ആ കല്ലെടുക്കാൻ വരുന്ന സമയത്ത് ആ കല്ല് നിങ്ങൾക്ക് പൊന്തിക്കാനേ പറ്റൂല, അത് അവിടെ നിന്ന് ഉയർത്താൻ പറ്റൂല. കാരണം എന്താണ്, ആ കല്ലിന്റെ ഭാരം കൂടിയിട്ടൊന്നുമില്ല, നമ്മളെ മൈൻഡിൽ എന്ത് ചെയ്തു, ആ കല്ലിന്റെ ഭാരം കൂടി, ഓ അത് എന്നെ കൊണ്ട് ഒരിക്കലും കൂട്ടിയാൽ കൂടൂല എന്നുള്ളൊരു തോന്നലില്ലേ, എൻ്റെ ഒരൊറ്റ പറച്ചിലോട് കൂടി എന്ത് ചെയ്യണം, അത് വരിക ചെയ്യുക. അപ്പൊ ഞാൻ ഒരു കാരണവശാലും ഞാൻ പറയില്ല നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാന്നുള്ളത്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിരിക്കും, നിങ്ങൾ കൂളായിട്ട് പോയി അറ്റൻഡ് ചെയ്തോളൂ. ഞാൻ ഒരുപാട് ടീച്ചേഴ്സിനെ വിളിച്ച് അന്വേഷിച്ച്, പല സ്കൂളിലെ അധ്യാപകരായിട്ട് അന്വേഷിച്ചു, പിന്നെ ഒരുപാട് നമ്മളെ കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, നമ്മളെ റാൻസിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നൊന്നൊരു വിലയിരുത്തലൊക്കെ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എല്ലായിടത്തും അല്ലേ എത്തിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്, അത് എല്ലായിടത്തും എത്തി. ട്രഷറിയിലും ബാങ്കിലൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ട്രഷറിയിൽ നിന്ന് കൊണ്ടുവരലും ബാങ്കിലായിട്ട് സൂക്ഷിക്കലും എല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എന്താണ് പറയാ, സെറ്റാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഇത്രയും കൂളായിട്ടുള്ള ഒരു ഗ്യാപ്പ് നമുക്കുണ്ട്. അപ്പൊ ടെൻഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ടെൻഷൻ കൊടുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഏതൊരു ഒരു 2-3-4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കാനുള്ള ഒരുപാട് ടൈം നമുക്കുണ്ട്. ആ ടൈം എഴുതി പഠിക്കേണ്ട സംഗതി എഴുതി തന്നെ പഠിക്കണം. ഇതെനിക്ക് പറ്റും, ഇതിനെ കൊണ്ട് കൂട്ടിയാൽ കൂടും, അങ്ങനെ വിട്ട് കളയരുത്. ഏത് നിസ്സാര ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. ഇനിയും പഠിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല, ഇനിയും നിങ്ങൾ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് പോകും. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുമ്പോൾ നമ്മളെ ഫുൾ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം അവിടെ സ്വപ്നമായിട്ട് കിടക്കുക ചെയ്യും. അപ്പൊ ഞാനിവിടെ ലാസ്റ്റ് ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേനയാണ്. യുവർ പെൻ ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യുവർ ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. നിങ്ങൾ കാണുന്ന സ്വപ്നം അല്ലേ, ഇത് യാഥാർത്ഥ്യമാവണമെങ്കിൽ, റിയാലിറ്റി ആവണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങളെ പേന അങ്ങോട്ട് ചലിക്കണം. കാര്യം ആ പേനയാണ് എന്ത്, അതിൻ്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കാണുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ഈ പേന കൊണ്ട് നിങ്ങൾ എഴുതി പിടിപ്പിക്കന്നെ വേണം. അപ്പൊ നിങ്ങൾ എഴുതി പഠിക്കേണ്ട സംഗതി നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. അല്ലാണ്ട് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഓക്കെ പറഞ്ഞു വിടണ്ട, അത് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അതിനാണ്ട് എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. ഇംഗ്ലീഷിന്റെ കാര്യം നിങ്ങൾ എനിക്ക് വിട്ടേക്കൂ, ഞാൻ ഏറ്റു. അപ്പൊ മക്കളെ ഗെറ്റ് റെഡി, നോ ടെൻഷൻ. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ്, പിന്നെ നമ്മൾ വാല്യുവേഷൻ ഇങ്ങനെയാണ്.
പിന്നെ എന്തിനാ ഞങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ അതാ തമ്പനയിലിൽ കൊടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എക്സാം ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത്. അതേടാ, നോ ടെൻഷൻ, കൂളായിട്ട് പോയിക്കോ. ഇനിയും നമ്മൾ വയ്യെ എന്ത് ചെയ്യും, പിറകിൽ ഓരോ വീഡിയോസ് ആയിട്ട് വരും. അതിന് മുന്നൊരു കാര്യം, ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, സാറേ ഇന്ന ചാപ്റ്ററിലെ ഇന്ന ഫിസിക്സിലെ അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ മാത്സിലെ ഈ ചാപ്റ്റർ ഞങ്ങൾക്കൊന്ന് എടുത്തു തരുമോ, ഒന്ന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ ഒന്ന് കോമെന്റ് ചെയ്തോളൂ. ആ ചാപ്റ്റർ ആയിട്ട് നമ്മളെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് നിങ്ങളുടെ മുന്നിലെത്തും. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു ദേർ.